ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന കേസിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഈ കേസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിച്ചെന്ന് വരില്ല. അല്ലായെന്നുണ്ടെങ്കിൽ കേസിന്റെ അവസാന ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ചിരി വന്നേക്കാം. അല്ലായെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടായേക്കാം. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാനിവിടെ വെക്കുന്നുണ്ട്. സംശയമുള്ള ആൾക്കാർക്ക് ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യാം. എന്തായാലും കേസ് അന്വേഷണം തുടർന്ന് കേൾക്കുക. രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരുപാട് ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. ഈ കാടിന് ചുറ്റുമായിട്ട് ചെറിയ ചെറിയ ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. ഗ്രാമത്തിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് കാട്ടിൽ പോയിട്ട് ഔഷധങ്ങൾ സ്വീകരിക്കുക, തടി വെട്ടുക, വിറക് വെട്ടുക, ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ 2022 നവംബർ 18 രാവിലെ സമയത്ത് ഏതാണ്ട് 7 മണിക്ക് ഈ ഗ്രാമത്തിലുള്ള കുറച്ച് ആൾക്കാർ കാട്ടിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അവര് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചിട്ട് ഒരു തടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തടി വെട്ടുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് ഉണ്ടാവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഇടജന്തുക്കൾ ചത്തി കിടക്കുമ്പോൾ, മൃഗങ്ങൾ ചത്തി കിടക്കുമ്പോഴത്തേക്കുമാണ് ഈ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ആ സ്മെല്ല് മാറുകയും ചെയ്യും. പക്ഷെ അന്ന് ഒരുപാട് സമയമായിട്ടും ഈ ബാഡ് സ്മെല്ല് മാറുന്നില്ല. അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് അവർ നടന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 2 മൃതശരീരങ്ങളാണ്. ഒരു ആണും പെണ്ണും ഒരു മരത്തിന് അപ്പുറത്തായിട്ട് മരിച്ചു കിടക്കുകയാണ്. ആ 2 പേരുടെ ശരീരം കണ്ടപ്പോഴത്തേക്കും ഇവർ ഞെട്ടിപ്പോയി. കാരണം രക്തത്തിൽ കുളിച്ചാണ് അവർ 2 പേരും അവിടെ മരിച്ചു കിടക്കുന്നത്. അവര് ഉച്ചത്തിൽ നിലവിളിച്ചു. വളരെ പെട്ടെന്ന് ഗ്രാമത്തിലുള്ള മറ്റുള്ള ആൾക്കാരെ വിവരമറിയിച്ചു. പോലീസിനെ വിവരമറിയിക്കുകയാണ്. അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അവരുടെ അന്വേഷണം ആരംഭിക്കുകയാണ്. ഒരു ആണും പെണ്ണും പൂർണ്ണ നഗ്നരായിട്ടാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. 2 പേരുടെയും ശരീരം ഇങ്ങനെ ഒട്ടിക്കിടക്കുകയാണ്. കെട്ടിപ്പിടിച്ച് ഒട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് ആ ശരീരം കാണപ്പെട്ടത്. പോലീസ് 2 പേരുടെയും ശരീരം ഇങ്ങനെ അകത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മാംസങ്ങൾ ഇങ്ങനെ അടർന്നു പോവുകയാണ്. കാരണം ഏതോ ഒരു പശ കൊണ്ട് ഈ 2 ശരീരവും ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതെന്തായാലും ഒരു കൊലപാതകമാണെന്ന് ആദ്യ കാഴ്ച തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ യുവാവിന്റെ മരിച്ചു കിടക്കുന്ന ആ പുരുഷന്റെ ജനനേന്ദ്രിയം, ലൈംഗിക അവയവം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. 2 പേരുടെയും ശരീരത്ത് കത്തി കൊണ്ട് ഇങ്ങനെ കീറിയ പോലെ ഒരുപാട് മുറിപ്പാട് കാണാൻ സാധിക്കുന്നുണ്ട്. 2 പേരുടെയും കഴുത്തിന്റെ ഭാഗത്ത് വളരെ ആഴത്തിലുള്ള മുറിവുണ്ട്. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഒരുപാട് രക്തം പോയിട്ട് തന്നെയാണ് 2 പേരും അവിടെ മരിച്ചിരിക്കുന്നത്. ആ ഗ്രാമത്തിലുള്ള ആർക്കും തന്നെ ഇവരെ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പോലീസ് സംഭവ സ്ഥലം പറഞ്ഞ് വിശദമായിട്ട് പരിശോധിക്കുകയാണ്. 2 പേരുടെയും വസ്ത്രം, അടിവസ്ത്രം ഉൾപ്പെടെ ആ സംഭവ സ്ഥലത്ത് നിന്ന് ലഭ്യമായി. അതുകൂടാതെ ഒരു ഗ്ലൗസ്, ഒരു വലത്തെ കൈയിലെ ഗ്ലൗസ് മാത്രമാണ് പോലീസിന് ലഭ്യമായത്. ഈ ഗ്ലൗസിലും എന്തോ ഒരു പശ, ഈ ഫെവിക്വിക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ വളരെ ഹാർഡായിട്ട് ഒട്ടിപ്പിടിക്കുന്ന പശയുണ്ടല്ലോ, അതേപോലത്തെ പശയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ 2 പേരുടെയും ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കഴുത്ത് അറുത്താണ് 2 പേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൊലപാതകം നടന്നിട്ട് ഏതാണ്ട് 3 ദിവസം ആയിട്ടുണ്ട്. ഇവരുടെ പ്രായം, കൊല്ലപ്പെട്ട ആ ഒരു യുവതിയുടെ പ്രായം എന്ന് പറയുന്നത് 25-നും 30-നും ഇടയിലാണ്. ആ യുവാവിന്റെ പ്രായം 30-നും 35-നും ഇടയിലാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് മുന്നേ തന്നെ 2 പേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുകയുണ്ടായി. എന്തായാലും വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകമാണെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ആരായിരിക്കും ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്? പോലീസിന് ഈ കേസ് അന്വേഷിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വേറൊന്നുകൊണ്ടല്ല, ആ ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഒരുപാട് അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ്. കപട സദാചാരമുള്ള, ഉദാഹരണത്തിന് ഒരു ആണും പെണ്ണും കൂടെ അവരുടെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. ഇൻ കേസ് അവർ അടുത്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ അവരെ കൊന്നുകളയും. മേ ബി അങ്ങനെ ആയിരിക്കും ഈ കൊലപാതകം നടന്നതെന്ന് ഒരു സംശയം പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസിനുണ്ടായിരുന്നു. പശ കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് 2 പേരുടെയും ശരീരം. അതെന്തായാലും സാധാരണഗതിയിൽ ആരും ചെയ്യില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാണും പെണ്ണും കൂടെ കാട്ടിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പശയുമായിട്ട് ആരും നടക്കില്ല പശ കൊണ്ട് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരു പശ കൈ കരുതിയിട്ടാണ് ഈ കൊലപാതകം ചെയ്തതും പശ കൊണ്ട് അവരുടെ 2 പേരുടെയും ശരീരം ഇങ്ങനെ ഒട്ടിച്ചു വെച്ചത്. അപ്പോൾ ഈ 2 പേരെയും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന, അവരോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ള ഒരാൾ തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നിന്ന് പോലീസിന് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന 2 പേരെയും തിരിച്ചറിയാനായിട്ട് ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. ആരാണോ മരിച്ചിരിക്കുന്നത് അവരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് സ്റ്റേഷനിലേക്കും മറ്റ് ഗ്രാമങ്ങളിലേക്കും, ഈ കാടിനെ ചുറ്റിയുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്കും പോലീസ് ഈ വിവരം അറിയിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 25-നും 30-നും ഇടയിൽ പ്രായമുള്ള, 30-നും 35-നും ഇടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയെയും പുരുഷനെയും കാണാതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസിന് ഒരു ലീഡ് ലഭിക്കും. അങ്ങനെ നവംബർ 19 ഒരു വ്യക്തി സ്റ്റേഷനിലേക്ക് വരികയാണ്. അയാൾ പറഞ്ഞു തന്റെ ഭാര്യയെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കാണാനില്ല.
നവംബർ 14 അയാൾ ഒരു ഓട്ടത്തിന് പോയതാണ്. ഈ പരാതിക്കാരൻ ഒരു ലോറി ഡ്രൈവറാണ്. നാഷണൽ പെർമിറ്റ് ലോറി അയാൾ ഓടിക്കുകയാണ്. അയാൾ ലോറി ഓടിക്കുന്ന സമയത്ത് 4-5 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കും. അയാളുടെ വീട്ടിൽ ഭാര്യയും അയാളും മാത്രമാണ് ഉള്ളത്. അപ്പോൾ നവംബർ 14 ഇയാൾ ജോലിക്ക് പോയ സമയത്ത് ഭാര്യയെ കോൺടാക്ട് ചെയ്തു, സംസാരിച്ചു. നവംബർ 15 വൈകുന്നേര സമയത്തും ഭാര്യയുമായിട്ട് സംസാരിച്ചിരുന്നു. അന്ന് രാത്രി മുതൽ ഭാര്യയെ കോൺടാക്ട് ചെയ്തിട്ട് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മുതൽ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ്. അയാൾ തിരികെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഈ പരാതി നൽകിയത്. ആ ഭാര്യയുടെ പേര് സോനു എന്നാണ്. അപ്പോൾ പോലീസിനോട് സംശയം തോന്നുകയാണ്, കൊല്ലപ്പെട്ട സ്ത്രീയുമായിട്ട് ഈ സോനു ആയിരിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ? അങ്ങനെ ഈ പരാതിക്കാരന് ആ ശരീരം പോലീസ് കാണിച്ചു കൊടുക്കുകയാണ്. ആ വസ്ത്രങ്ങളും കാണിക്കുകയുണ്ടായി. വസ്ത്രങ്ങളും ശരീരവും അയാൾ വളരെ വിശദമായിട്ട് തന്നെ നോക്കിയാണ്. അങ്ങനെ അയാൾ സങ്കടത്തോടെ പറയുകയാണ്, ഈ മരിച്ചു കിടക്കുന്നത് തൻ്റെ ഭാര്യ സോനുവാണ്. അയാളത് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പോലീസ് പറഞ്ഞു, ഒരാളുടെ ശരീരം കൂടെ ഞങ്ങൾ കാണിക്കാം, ആ വ്യക്തിയും കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ എന്ന് പറയുക. അങ്ങനെ മറ്റൊരാളുടെ ശരീരം കൂടെ കാണിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഈ വ്യക്തിയും എനിക്കറിയാം, ഇതെന്റെ സുഹൃത്താണ്, അയൽവാസിയാണ്, ഇവന്റെ പേര് രാഹുൽ എന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് എവിടുന്നാണ് ഈ ശരീരം കിട്ടിയത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവരെ ആരാണ് കൊന്നുകളഞ്ഞത്? അപ്പോൾ എല്ലാത്തിനുമുള്ള ഉത്തരം പോലീസ് പറയുകയാണ്. പ്രത്യേകിച്ച് രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം എന്താണെന്ന് പോലീസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് രണ്ടുപേർക്കും ഇടയിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ ആ ഒരു വ്യക്തിക്ക്, ഭർത്താവിന് പോലീസ് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോഴത്തേക്കും അയാൾക്ക് ഒരുപാട് ദേഷ്യം വന്നു. അതിലുപരി ഒരുപാട് സങ്കടം വരുന്നുമുണ്ട്. കാരണം സ്വന്തം ഭാര്യയാണ് ഈ രീതിയിൽ മരിച്ച് കിടക്കുന്നത്. എന്തായാലും കൊല്ലപ്പെട്ട ആൾക്കാരെ തിരിച്ചറിയാനായിട്ട് പോലീസ് സാധിച്ചു. സോനു, രാഹുൽ, ഇവർ രണ്ടുപേരുമാണ് മരിച്ചത്. ഇവരെ ആരാണ് കൊലപ്പെടുത്തിയത്? രണ്ടുപേരുടെയും വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? പക്ഷേ രണ്ട് വീട്ടുകാർക്കും പ്രത്യേകിച്ച് സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ രാഹുലിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ഇവർ രണ്ടുപേരും, കൊല്ലപ്പെട്ട 2 ആൾക്കാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അവിടെ ജാതി പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ജാതീയപരമായിട്ടുള്ള കൊലപാതകമാണോ എന്ന് കൂടെ പോലീസ് സംശയിച്ചിരുന്നു. ഈ കേസിന് എന്തെങ്കിലും ഒരു ലീഡ് കിട്ടിയാൽ മാത്രമേ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോഴാണ് പോലീസിന് മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നത്. ഈ ഫോറസ്റ്റ് ഏരിയയിൽ പല സ്ഥലത്തായിട്ട് CCTV ക്യാമറയുണ്ട്. ഈ കാടിന്റെ അകത്തേക്ക് ഇവർ എവിടെ നിന്നാണ് കയറിയെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിൽ തന്നെയും ഈ പല സ്ഥലത്തുള്ള CCTV ക്യാമറ പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ലീഡ് കിട്ടും. അങ്ങനെ പല ക്യാമറകൾ പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു ക്യാമറയിൽ കുറച്ച് വിഷ്വൽസ് പോലീസിന് കിട്ടുകയുണ്ടായി. നവംബർ 15 രാത്രി സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ കാടിന്റെ അകത്തേക്ക് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഇവരുടെ കൂടെ ഒരു മൂന്നാമൻ കൂടെ ഉണ്ടായിരുന്നു. അയാളുടെ മുഖം വ്യക്തമല്ല. അയാളുടെ ഏകദേശം ഒരു വസ്ത്രധാരണം പോലീസ് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ചുവന്ന കളറിലെ മുണ്ടാണ് അയാൾ ധരിച്ചിരുന്നത്. ഒരു കാവി ഇങ്ങനെ പുതച്ചിരിക്കുകയാണ്. ഈ ദേഹത്തേക്ക് ഒരുപാട് ഭസ്മമൊക്കെ അയാൾ വാരി തേച്ചിട്ടുണ്ട്. കഴുത്തിൽ ഒരു രുദ്രാക്ഷം പോലത്തെ വലിയ മാലയുണ്ട്. കയ്യിലൊക്കെ കുറച്ച് ആഭരണങ്ങൾ എല്ലാം തന്നെ അയാൾ ധരിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്വാമിയെ പോലെ, ഒരു പൂജാരിയെ പോലെ, അല്ലെങ്കിൽ ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിയെ പോലെയൊക്കെയാണ് കാണുമ്പോഴത്തേക്കും തോന്നുക. ഈ ഗ്രാമങ്ങളിലായിട്ട്, പല ഗ്രാമങ്ങൾ അവിടെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞു, ഈ ഗ്രാമങ്ങളിലായിട്ട് ഒരുപാട് ഈ ആൾ ദൈവങ്ങള്, സ്വാമിമാര്, പൂജാരിമാര്, അങ്ങനെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയാണ്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ പോലീസിനെതിരായിട്ട് തിരിയും. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടിയാൽ മാത്രമേ ഒരാളെങ്കിലും ചോദ്യം ചെയ്യാനായിട്ട് പോലീസിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ പോലീസ് ഈ വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ ഈ കൂടെ നടക്കുന്ന ആ മൂന്നാമൻ ഇവരെ ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഇവരുടെ കൂടെ നടന്നു പോവുകയാണ്, ഒരു സുഹൃത്തിനെ പോലെ. അപ്പോൾ ഇവർ രണ്ടുപേരും നടക്കുമ്പോഴത്തേക്കും കൂടെ ഒരു മൂന്നാമൻ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് ഇവർക്ക് എന്തായാലും വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമൊന്നുമില്ല. മേ ബി അയാളായിരിക്കാം ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കൊലപാതകത്തെ പറ്റി അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എന്തായാലും അയാളെ കണ്ടെത്തണം. അപ്പോൾ ഇവരുമായിട്ട് വൈരാഗ്യം ഇല്ലാത്തൊരാളാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് അയാളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കോൾ ഡീറ്റെയിൽസ് കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. രാഹുലിന്റെയും സോനുവിന്റെയും കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കുകയുണ്ടായി. ഈ പറയപ്പെടുന്ന പൂജ ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാമി ആയിട്ടുള്ള ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് പരിശോധിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ രാഹുലിന്റെ ഫോണിലേക്ക് അവസാനമായിട്ട് കോൾ വന്നിരിക്കുന്ന വ്യക്തി, സോനുവിന്റെ നമ്പറിലേക്ക് ഒരുപാട് തവണ വിളിച്ചിരിക്കുന്ന വ്യക്തി, അതുകൂടാതെ രാഹുലുമായിട്ട് ഇൻകമിങ് ഔട്ട് ഗോയിങ് കോൾ കാണിക്കുന്ന ഒരു വ്യക്തി, ഇത് എല്ലാം ചേർന്ന ഒരാളുണ്ട്. അയാളുടെ പേര് ബോലേഷ് കുമാർ എന്നാണ്. ഈ ബോലേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി ആ ഗ്രാമത്തില് അമ്പലത്തിൽ പൂജ ചെയ്യുന്ന വ്യക്തിയല്ല.
അയാളുടെ വീട്ടിലിരുന്നു കൊണ്ട് ഈ പൂജാകർമ്മങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ അടുത്തേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാർ വരാറുണ്ട്, പൂജകൾ ചെയ്യാറുണ്ട്. അയാൾ അതേപോലെ തന്നെ ഒരു തകിടൊക്കെ പൂജിച്ച തകിടെല്ലാം തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഈ ബോലേഷ് കുമാർ. അങ്ങനെ പോലീസ് ഈ ബോലേഷ് കുമാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കോൾ ഡീറ്റെയിൽസ് ആണ് പ്രധാനപ്പെട്ട തെളിവായിട്ട് പോലീസിന്റെ കയ്യിൽ ഉള്ളത്. അപ്പൊ ഈ ബോലേഷ് കുമാറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അയാൾ പറഞ്ഞു, എനിക്ക് രാഹുലിനെ അറിയാം, അതുകൂടാതെ സോനുവിനെ അറിയാം. കാരണം രണ്ടുപേരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. ഞാൻ ചില പരിഹാരങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് വ്യക്തിപരമായിട്ട് ഒരു സൗഹൃദം കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കാറുണ്ട്, പ്രശ്നങ്ങളെല്ലാം മാറിയോ ചോദിക്കാറുണ്ട്. കുറച്ച് ദിവസം മുന്നേ പോലും രാഹുൽ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അയാളെ തിരിച്ച് വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ കോൾ ഡീറ്റെയിൽസ് ഈ രീതിയിലാണ് ഉണ്ടായതെന്ന് അയാൾ പറയുകയാണ്. പക്ഷെ അയാളുടെ പെരുമാറ്റത്തിൽ ആകെ മൊത്തത്തിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നുകയാണ്. അയാൾ പറയുകയാണ്, ഈ കൊലപാതകത്തിന് പിന്നിൽ താനല്ല, ഞാനാണെന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷ കിട്ടും, നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഞാനാണെന്ന് തെളിയിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു ശാപവാക്ക് പോലെയൊക്കെ പോലീസിന്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ പോലീസിന് ആകെ മൊത്തത്തിൽ ഇയാളുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ തോന്നുകയും ചെയ്തു. അപ്പോൾ നവംബർ 15-ാം തീയതി രാത്രി സമയത്ത് ഇയാൾ എവിടെയായിരുന്നു എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഇയാളുടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴത്തേക്കും ഇവരുടെ 3 പേരുടെയും, അതായത് സോനു, രാഹുൽ, ഈ ബോലേഷ് കുമാർ, ഇവരുടെ 3 പേരുടെയും ടവർ ലൊക്കേഷൻ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് വന്നിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇയാൾ പറയുന്ന കള്ളത്തരമാണെന്ന് പോലീസിന് 100% ഉറപ്പായി. അങ്ങനെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്ത സമയത്ത് പോലും നാട്ടുകാർ ആരും അറിയാതെ രഹസ്യമായിട്ട് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്നിട്ട് വിശദമായിട്ട് ചോദ്യം ചെയ്തു. ഇയാൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് പോലീസിന് 100% ഉറപ്പായി. പക്ഷെ ഇയാൾ ആദ്യഘട്ടത്തിൽ എല്ലാം ഇങ്ങനെ എതിർക്കുകയാണ്. പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറിയപ്പോഴത്തേക്കും ഇയാൾ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്ന് പറയുകയും ചെയ്തു. അയാൾ പറഞ്ഞു, സോനുവിനെയും രാഹുലിനെയും കൊലപ്പെടുത്തിയത് താനാണ്. ഇനി അറിയേണ്ടത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തത്, എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ്. അതിനുള്ള അയാളുടെ മറുപടികൾ ഇപ്രകാരമായിരുന്നു. ഈ ബോലേഷ് കുമാർ ഏതാണ്ട് 8 വർഷം മുന്നെയാണ് ആ ഗ്രാമത്തിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത്. എന്നിട്ട് അയാളുടെ പൂജകൾ, കർമ്മങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നം വെപ്പ് എല്ലാം തന്നെ ആരംഭിക്കുകയായിരുന്നു. ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാർ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇയാളുടെ അടുത്തേക്ക് വരികയും ചെയ്തു. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഇയാളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്തൊക്കെയോ റിസൾട്ട് കിട്ടിയെന്നൊക്കെയാണ് അയാൾ അവകാശപ്പെടുന്നത്. എന്തായാലും ഇയാളുടെ അടുത്തേക്ക് ആ ഗ്രാമത്തിലുള്ള ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ സോനു വരാറുണ്ട്, രാഹുലിന്റെ ഭാര്യ വരാറുണ്ട്. അപ്പോൾ ഈ സോനും രാഹുലിന്റെ ഭാര്യയുമായിട്ടൊക്കെ ഇയാൾക്ക് നല്ലൊരു അടുപ്പം, ഒരു സൗഹൃദം പോലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇയാൾക്ക് ഈ സോനു എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കാണാനായിട്ട്, അല്ലെങ്കിൽ ആ യുവതിയെ കാണാനായിട്ട് അത്യാവശ്യം സുന്ദരിയാണ്. അപ്പോൾ ഈ സോനുവിനോട് ഇയാൾക്കൊരു ആഗ്രഹം തോന്നുകയാണ്, ഒരു ലൈംഗികപരമായിട്ടുള്ള താല്പര്യം തോന്നുകയാണ്. പക്ഷേ സോനുവിനോട് ആ കാര്യം ഇയാൾ തുറന്ന് പറഞ്ഞില്ല. കാരണം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ക്ലൈന്റാണ്, അയാളുടെ ക്ലൈന്റാണ്. അപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വില അവിടെ പോകും. അതുകൊണ്ട് അയാൾ വളരെ മാന്യമായിട്ട് മാത്രമാണ് സോനുവിനോട് സംസാരിച്ചത്. സോനുവിന്റെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഇയാളുടെ ആഗ്രഹം തുറന്നു പറയാനായിട്ടാണ് അയാൾ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ സോനുവിന്റെ നമ്പർ വാങ്ങിച്ചു, സോനുവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ വിളിച്ചു ചോദിച്ചു, പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ സോനുവുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോനു ഇയാളുടെ അടുത്തേക്ക് ഒരു ദിവസം വരികയാണ്. എന്നിട്ട് സോനു പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്: താനും തന്റെ ഭർത്താവുമായിട്ട് കുറച്ച് കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഞാനും ഭർത്താവുമായിട്ട് ഇപ്പോൾ അത്ര അടുപ്പത്തിലല്ല, എനിക്ക് മറ്റൊരാളെ, ഭർത്താവല്ലാണ്ട് മറ്റൊരാളെ ഇപ്പോൾ ഇഷ്ടമാണ്, എൻ്റെ അടുത്തുള്ളൊരു വ്യക്തിയാണ്, അയാൾക്ക് എന്നെയും ഇഷ്ടമാണ്, ഞങ്ങൾക്കിടയിൽ നല്ലൊരു ബന്ധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് രാഹുൽ എന്നാണ്. അപ്പൊ രാഹുലും താനുമായിട്ട് ആ ഒരു ബന്ധം നന്നായിട്ട് തുടർന്നു പോകാനായിട്ടുള്ള പൂജകൾ, പരിഹാര മാർഗങ്ങൾ ഇത് തനിക്ക് പറഞ്ഞു തരണമെന്നാണ് സോനു ബോലേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടത്. ഇത് കേട്ടപ്പോഴത്തേക്കും ബോലേഷ് കുമാറിന് ഒരുപാട് ദേഷ്യമായി. കാരണം ബോലേഷ് കുമാറിന്റെ മനസ്സിലുള്ള ചിന്തയനുസരിച്ച് സോനുവിനെ സ്വന്തമാക്കണം, ഇതാണ് അയാളുടെ ആഗ്രഹം. അതേ സോനു തന്നെ മറ്റൊരു പുരുഷന്റെ കാര്യം പറയുമ്പോഴത്തേക്കും അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യം വരികയാണ്. പക്ഷെ ആ ദേഷ്യം അയാൾ പ്രകടിപ്പിച്ചില്ല, അയാളെല്ലാം പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. പിന്നീട് രാഹുലിന്റെ ഭാര്യ കൂടെ ഇയാളെ കാണാനായിട്ട് വരികയുണ്ടായി. അപ്പൊ രാഹുലിന്റെ ഭാര്യ ഇയാളെ കാണാൻ വന്ന സമയത്ത് ഇയാള് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ, രാഹുലും സോനുവുമായിട്ടുള്ള ആ ബന്ധം രാഹുലിന്റെ ഭാര്യയോട് പറയുകയാണ്. തനിക്കിത് തൻ്റെ ദിവ്യ ദൃഷ്ടിയിൽ മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. ഈ ഒരു ബന്ധം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇയാൾ രാഹുലിന്റെ ഭാര്യയോട് പറഞ്ഞത്. താനാണ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് കൂടി ഇയാൾ പറയുകയാണ്. അങ്ങനെ രാഹുലിന്റെ ഭാര്യയ്ക്കും രാഹുലിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. രാഹുലിന്റെ ഭാര്യ രാഹുലിനോട് സോനുവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുകയുണ്ടായി. രാഹുൽ എല്ലാം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ രാഹുലിന്റെ വൈഫ് സോനുവിനോടോ സോനുവിന്റെ ഭർത്താവിനോടോ ഈ കാര്യങ്ങൾ പറഞ്ഞില്ല. പക്ഷേ രാഹുലും സോനുവുമായിട്ടുള്ള കോണ്ടാക്ട് ഒരുപാട്
കുറയുകയാണ്. രണ്ടുപേർക്കും നേരിട്ട് കാണാനായിട്ട് സാധിക്കാത്ത അവസ്ഥ വരികയാണ്. അങ്ങനെ ആകെ മൊത്തം രാഹുലിന്റെ കുടുംബജീവിതത്തെ ഇത് ഒരുപാട് ബാധിച്ചു. സോനുവിനും ഒരുപാട് സങ്കടമായി. ഏതാണ്ട് 2 മാസക്കാലം ഇവർക്കിടയിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് വീണ്ടും സോനു ബോലേഷ് കുമാറിന്റെ അടുത്തേക്ക് വരികയാണ്. ബോലേഷ് കുമാറിനോട് കാര്യങ്ങൾ എല്ലാം തന്നെ തുറന്ന് പറയുകയുണ്ടായി. അപ്പോഴും സോനുവിന് ഇതിന്റെ പിന്നിൽ ബോലേഷ് കുമാർ ആണെന്ന് അറിയില്ല. ബോലേഷ് കുമാർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് സോനു എത്തിയത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് രാഹുലുമായിട്ട് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം എന്നൊരു കാര്യം പറയാനായിട്ടാണ്. ബോലേഷ് കുമാർ പറഞ്ഞു, ഇനി എന്തായാലും ആ ബന്ധവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട, അതിനു പകരം മറ്റൊരു ബന്ധം സ്ഥാപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ബോലേഷ് കുമാർ ഇയാളുടെ മനസ്സിലുള്ള ചിന്ത, ആഗ്രഹങ്ങൾ തുറന്നു പറയുകയാണ്. എനിക്ക് നിന്നോടൊരു ഇഷ്ടമുണ്ട്, നമ്മൾക്കിടയിൽ ഒരു ബന്ധമുണ്ടായി കഴിഞ്ഞാൽ അത് 2 കൂട്ടർക്കും നല്ലതായിരിക്കും, എനിക്ക് നിന്നോട് ലൈംഗികപരമായിട്ട് താല്പര്യമുണ്ടെന്ന് കൂടെ ബോലേഷ് കുമാർ സോനുവിനോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും സോനുവിന് ഒരുപാട് ദേഷ്യം വന്നു. സോനു കംപ്ലീറ്റ് ആയിട്ട് അതിനെ റിജക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബോലേഷ് കുമാർ പറഞ്ഞു, നീ ഇങ്ങനെ എന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിനക്ക് രാഹുലിനെ ഇനി സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല. എല്ലാത്തിനും പിന്നില്ല, അതായത് രാഹുലിന്റെ വൈഫ് ഇവിടെ വന്ന സമയത്ത് അവളോട് ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് ഞാനാണ് നിങ്ങളുടെ ബന്ധം ഈ രീതിയിൽ ഇല്ലാതാക്കിയത്. ഇനിയും നീ ഞാനുമായിട്ട് സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട് കൂടെ ഈ കാര്യം ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ബന്ധം പൂർണ്ണമായിട്ട് ഇല്ലാതാകും. അതുകൊണ്ട് ഞാനുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലതെന്നൊക്കെ ഇയാൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും സോനുവിന് ഒരുപാട് ദേഷ്യം വന്നു, സങ്കടം വന്നു. ഒന്നും മിണ്ടാതെ സോനു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതിനുശേഷം ബോലേഷ് കുമാർ സോനുവിന് ഒരുപാട് മെസ്സേജ് അയക്കുകയാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട്. നിന്റെ ഭർത്താവിനോട് പറയും, ഞാൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഇവിടേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാനുമായിട്ട് ഒരു ബന്ധത്തിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇത് ആൾക്കാരെ അറിയിക്കും, നിങ്ങളുടെ ബന്ധം പൂർണ്ണമായിട്ട് പൂജയിലൂടെയും അല്ലാതെ ഞാൻ ഇല്ലാതാക്കും. ഇങ്ങനെ ഭീഷണി കോളുകൾ വിളിച്ചു. അതുകൂടാതെ മെസ്സേജ് ആയിട്ട് അയക്കുകയും ചെയ്തു. അപ്പോൾ സോനു ഈ കാര്യങ്ങൾ പിന്നീട് രാഹുലിനോട് പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം ഈ രാഹുലും സോനുവും കൂടെ ബോലേഷ് കുമാറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് രാഹുൽ പറഞ്ഞു, നിങ്ങൾ സോനുവിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തി, അതിന്റെ തെളിവുകൾ എല്ലാം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ തെളിവുകൾ വെച്ചുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ജോലി അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി പൂർണ്ണമായിട്ട് നിർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. പിന്നീട് നിങ്ങളെ ആർക്കും ഒരു വില പോലും കാണില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. സോനുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ പിറകെ വരരുത്. ഇത് കേട്ടപ്പോഴത്തേക്കും ബോലേഷ് കുമാറും ഒരുപാട് പേടിയായി പോയി. കാരണം നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ കേസ് കൂടെയാണ്, തനിക്ക് ഒരുപാട് നാണക്കേടാവും. പിന്നീട് ഈ ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. രണ്ടുപേരോടും മാപ്പ് ചോദിച്ചു, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ബോലേഷ് കുമാർ ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് നോക്കിയതാണ്. പക്ഷെ തിരിച്ച് അവർ വന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ബോലേഷ് കുമാറിന് മാപ്പ് ചോദിക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുകയും ചെയ്തു. പിന്നീടും ഈ രാഹുലിന്റെയും സോനുവിന്റെയും ആ ബന്ധം മുന്നോട്ട് പോവുകയായിരുന്നു. 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പഴയതുപോലെ തന്നെ അവർക്കിടയിലുള്ള ആ ബന്ധം അവരുടെ ഭാര്യയും ഭർത്താവും ഒന്നും അറിയാതെ മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോലേഷ് കുമാർ വീണ്ടും രാഹുലിനെയും സോനുവിനെയും കോൺടാക്ട് ചെയ്യുകയാണ്. അവരോട് വീണ്ടും മാപ്പ് ചോദിച്ചു. തന്നോട് ഇനി നിങ്ങൾ ദേഷ്യത്തിൽ പെരുമാറരുത്, ഞാനന്ന് തെറ്റ് ചെയ്തു പോയി, എൻ്റെ മനസ്സിലേക്ക് വന്നൊരു മോശപ്പെട്ട ചിന്തയായിരുന്നു അതിന് കാരണം, എനിക്കതിനൊരു പരിഹാരം ചെയ്യണമെന്നുണ്ട്. കാരണം സോനു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്കിടയിലുള്ള ബന്ധം, രാഹുലിനും സോനുവിനും ഇടയിലുള്ള ഈ ബന്ധം ദൃഢമാകാനായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങൾ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ അറിയാതെയാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, പക്ഷേ ഈ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളെ ഒരിക്കലും ആർക്കും പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പൂജയ്ക്ക് തയ്യാറാണെന്നുണ്ടെങ്കിൽ, എന്നോട് ദേഷ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സമ്മതം മൂടണമെന്ന് കൂടെ പറയുകയാണ്. അങ്ങനെ ബോലേഷ് കുമാർ ആ ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം രാഹുലും സോനും കൂടെ ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ മനസ്സിലുള്ള അന്ധവിശ്വാസം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് നമുക്ക് ചിന്ത എന്ന് പറയുന്നത്, ബോലേഷ് കുമാർ തങ്ങളോട് ചെയ്തതെന്തായാലും തെറ്റ് തന്നെയാണ്, പക്ഷേ ഇയാൾ പൂജാ കർമ്മങ്ങളിൽ ഭയങ്കര പ്രഗത്ഭനാണ്. ഇയാൾ ചെയ്യുന്ന ആ പൂജ അല്ലെങ്കിൽ ആ കർമ്മങ്ങൾ അതെന്തായാലും ഏൽക്കും. അതുകൊണ്ട് ആ പൂജയ്ക്ക് നമുക്ക് സമ്മതം മൂളാമെന്ന് ഇവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുകയാണ്. ഈ തീരുമാനം ബോലേഷ് കുമാറിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ബോലേഷ് കുമാർ പറഞ്ഞു, എന്താണ് പൂജ, എപ്പോഴാണ് പൂജ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. അങ്ങനെ 3 പേർക്കും ഇടയിൽ ഒരു കോണ്ടാക്ട് ഉണ്ടാകുകയാണ്. അങ്ങനെ ബോലേഷ് കുമാർ ഇവരോട് വിളിച്ചിട്ടൊരു കാര്യം പറയുകയാണ്. നവംബർ 15-ാം തീയതി രാത്രി സമയത്താണ് ഈ പൂജ ചെയ്യേണ്ടത്. അന്ന് പൗർണമി ദിവസമാണ്, അന്ന് രാത്രി തന്നെ ഈ പൂജ ചെയ്യണം. അപ്പോൾ ഇവിടെ വെച്ചാണ് ഈ പൂജ ചെയ്യേണ്ടതെന്ന് ഞാൻ രാത്രി പറയാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ രാത്രി കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഇവർ വിചാരിച്ച് വെച്ചിരുന്നത് ഏതെങ്കിലും അമ്പലത്തിൽ അല്ലെങ്കിൽ ബോലേഷ് കുമാറിന്റെ വീട്ടിൽ വെച്ചായിരിക്കും ഈ പൂജ എന്നാണ്. ബോലേഷ് കുമാർ പറഞ്ഞു,
കാട്ടിൽ വെച്ച് വേണം, കാടിന് നടുക്ക് വെച്ച് വേണം ഈ പൂജ ചെയ്യാനായിട്ട്. മനുഷ്യർ ആരും ഇല്ലാത്ത സമയത്ത് മാത്രമേ നമുക്ക് ഈ പൂജ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ 3 പേരും കൂടെ കാടിന്റെ അകത്തേക്ക് 2-3 കിലോമീറ്റർ അകത്തേക്ക് പോവുകയാണ്. അവിടേക്ക് എത്തിയ സമയത്ത് ഈ ബോലേഷ് കുമാർ ഇവരുടെ 2 പേരോടും പറയുകയാണ്, നിങ്ങൾ ഇവിടെ വെച്ച് ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. പൂർണ്ണ നഗ്നരായിട്ട് വേണം ഈ ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ ഏർപ്പെടാനായിട്ട്. അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയതിനു ശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ്: സ്ത്രീക്ക് രതിമൂർത്തി സംഭവിച്ചതിനു ശേഷം മാത്രമേ നമുക്ക് ഈ പൂജാകർമ്മങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഒരു മൂന്നാമനായിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. അപ്പോൾ ബോലേഷ് കുമാർ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് മാറിത്തരാം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഈ ലൈംഗിക ബന്ധം പൂർത്തിയാക്കുക. അങ്ങനെ ബോലേഷ് കുമാർ ആ സംഭവ സ്ഥലത്ത് നിന്ന് മാറുകയും ചെയ്തു. ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഇവർ ബോലേഷ് കുമാറിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും ഇടയിൽ ആ ഒരു ബന്ധം ഉണ്ടാകുകയും ചെയ്തു. കാരണം അവർ നോക്കുമ്പോഴത്തേക്കും ചുറ്റും ആൾക്കാർ ആരും തന്നെ ഇല്ല, കാടിന്റെ നടുക്കുള്ള സ്ഥലമാണ്. ആ ലൈംഗിക ബന്ധം അവർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ബോലേഷ് കുമാർ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ ബോലേഷ് കുമാർ ഇവരുടെ അടുത്തേക്ക് വന്നത് ഇവർ അറിഞ്ഞിരുന്നില്ല. ഇവർ 2 പേരും കൂടെ ഇവരുടെ ആ ഒരു പ്രൈവസിൽ നിൽക്കുന്ന സമയത്ത് 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ബോലേഷ് കുമാർ ഒരു ലിക്വിഡ് ഇവരുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. അപ്പോൾ ഈ ലിക്വിഡ് ഒഴിച്ച സമയത്ത് ഇയാൾ പറഞ്ഞു, ചെറിയ പൊള്ളലുണ്ടാകും, പക്ഷേ അതൊരു പൂജാ ദ്രവ്യമാണ്, നിങ്ങൾ കെട്ടിപ്പിടിച്ച് വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കണം. ഇയാളെ കണ്ട സമയത്ത് ബോലേഷ് കുമാർ വളരെ പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു പേടിച്ചു പോയി. പക്ഷേ ഒരു പൂജാ ദ്രവ്യമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവർ വീണ്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് കടന്നുള്ളാനായിട്ട് ബോലേഷ് കുമാർ ആവശ്യപ്പെടുകയാണ്. ഇയാൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവര് കെട്ടിപ്പിടിച്ചവിടെ കിടക്കുകയും ചെയ്തു. ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ബോലേഷ് കുമാർ സംഭവ സ്ഥലത്തു നിന്ന് മാറി വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരികയാണ്. വന്ന സമയത്ത് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇവരുടെ ശരീരം ഇങ്ങനെ ഒട്ടിപ്പോവുകയാണ്. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു ചതി സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ബോലേഷ് കുമാറിനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്. ബോലേഷ് കുമാർ ഒരു കത്തി പുറത്തേക്ക് എടുത്തിട്ട് അട്ടഹസിക്കുകയാണ്. ഇയാൾ അട്ടഹസിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ 2 പേരും എന്ത് വിഡ്ഢിത്തരമാണ് കാണിച്ചത്. കാരണം നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ല. പ്രത്യേകിച്ച് സോനു ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് വഴങ്ങിയില്ല. രാഹുലുമായിട്ടുള്ള ഈ ബന്ധം തുടർന്ന് പോവുകയും ചെയ്തു. ഇതെന്റെ പ്രതികാരമാണ്. ഇയാൾ ഒരു ഫെവിക്വിക്ക് പോലത്തെ ഒരു പശ ഇവരുടെ ദേഹത്തേക്ക് ഇങ്ങനെ ഒരുപാട് കൊണ്ടുപോകുന്നിട്ട് ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. അങ്ങനെ ശരീരം ഒട്ടിപ്പോയി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. തുടർന്ന് ആ ദേഷ്യത്തിൽ ഇയാൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പകയോട് സംസാരിച്ചിട്ട് രാഹുലിന്റെ ജനനേന്ദ്രിയം കട്ട് ചെയ്ത് മാറ്റുകയാണ്. രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല. ഇവർ എത്ര ഒച്ചത്തിൽ നിലവിളിച്ചാലും ആരും കേൾക്കാത്ത അവസ്ഥയാണ്. അങ്ങനെ ആ ജനനേന്ദ്രിയം കട്ട് ചെയ്ത് മാറ്റിയിട്ട് 2 പേരുടെയും ശരീരത്തിൽ ഒരുപാട് മുറിപ്പാടുകൾ ഉണ്ടാക്കി, ഒരുപാട് ചോര ശരീരത്തിൽ നിന്ന് വരികയാണ്. ഈ രക്തം വരുന്ന സമയത്ത് അവർ വേദനിക്കുന്ന കാണുമ്പോഴത്തേക്കും, അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥ കാണുമ്പോഴത്തേക്കും ബോലേഷ് കുമാർ അവിടെ അട്ടഹസിച്ച് ചിരിക്കുകയായിരുന്നു, സന്തോഷിക്കുകയായിരുന്നു. തുടർന്ന് 2 പേരുടെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഈ കൊലപാതകം ഉറപ്പിച്ചിട്ട് ആ ഗ്ലൗസ് അയാൾ ഊരിക്കളയുകയുണ്ടായി. ആ കത്തിയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഒരു ബാഗിലേക്ക്, സഞ്ചിയിലേക്ക് എടുത്തു വെച്ചു. തുടർന്ന് 2 പേരുടെ മൊബൈൽ ഫോൺ എടുത്തു. ആ മൊബൈൽ ഫോൺ നശിപ്പിച്ച് കളയുകയും ചെയ്തു. തുടർന്ന് ബോലേഷ് കുമാർ അയാളുടെ ആ പൂജ ചെയ്യുന്ന അയാളുടെ ആ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത ആളെ പോലെ പിറ്റേ ദിവസം തൊട്ട് അയാളുടെ പൂജാകർമ്മങ്ങൾ, മറ്റുള്ള ആൾക്കാരെ നോക്കുന്ന കാര്യങ്ങളെല്ലാം തുടർന്ന് പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ബോലേഷ് കുമാർ എന്ന് പറയുന്ന ആ പക്കാ ക്രിമിനലിനെ എല്ലാ തെളിവോടും കൂടി തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെ കഴിയുകയാണ്. അയാൾക്ക് ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ കേസ് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യനുള്ള അന്ധവിശ്വാസം. ഈ ബോലേഷ് കുമാർ എന്ന് പറയുന്ന പക്ക ക്രിമിനൽ, അയാൾ ഇവരുടെ 2 പേരുടെയും, സോനുവിന്റെയും രാഹുലിന്റെയും അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അയാൾ പറയുന്ന കാര്യങ്ങൾ, അയാൾ ഓൾറെഡി ഇവരോട് വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു വ്യക്തിയാണ്. അതേ വ്യക്തി ഇതേപോലത്തെ ഒരു പൂജയുടെ കാര്യം പറയുമ്പോഴത്തേക്കും അന്ധവിശ്വാസം കൊണ്ട് അതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവർ തന്നെ വരുത്തി വെച്ചതാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മേ ബി ഈ ഒരു കഥ കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർക്ക് ചിരി വന്നേക്കാം, വിശ്വസിക്കാൻ സാധിക്കാതെ പോയേക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ 2 പേര് വളരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിച്ചത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള, ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ, സിജോ ജോൺ.